നമസ്കാരം പ്രിയ കുട്ടികളെ, ബയോളജി ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് മൂന്നാമത്തെ ചാപ്റ്ററിലേക്ക് ഒന്ന് കടക്കുകയാണ്. മൂന്നാമത്തെ ചാപ്റ്ററിന്റെ പേര് ലെറ്റ് us റീഗെയിൻ അവർ ഫീൽഡ്സ്. വീണ്ടെടുക്കാം വിളനിലങ്ങൾ. ടീച്ചർ ഒന്നുകൂടി പറയണു, വീണ്ടെടുക്കാം വിളനിലങ്ങൾ. ലെറ്റ് us റീഗെയിൻ അവർ ഫീൽഡ്സ്. അതായത് നമുക്ക് ആ ഒരു പാഠഭാഗം സൂചിപ്പിക്കുന്നത്, ടീച്ചർ അതിൻ്റെ ഒരു അത് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞുതരാം. നമുക്ക് നഷ്ടപ്പെട്ടു പോയ എന്തോ ഒന്ന് അതിനെ വീണ്ടും നമ്മൾ റീഫ്രഷ് ചെയ്ത് വീണ്ടും നേടിയെടുക്കുകയാണ്. വീണ്ടെടുക്കാം വിളനിലങ്ങൾ. വിളനിലങ്ങൾ എന്ന് പറഞ്ഞാൽ പാടശേഖരങ്ങൾ, കൃഷിഭൂമികൾ. അപ്പോൾ നമ്മുടെ കൃഷിഭൂമികൾ, നമ്മുടെ വയലേലകൾ, ഇതെല്ലാം നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതിനെ നമുക്ക് റീഫ്രഷ് ചെയ്തെടുക്കാം, വീണ്ടെടുക്കാം വിളനിലങ്ങൾ. നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതിനെ നമ്മൾ സ്വന്തമാക്കിയെടുക്കുക, ഇതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പാഠഭാഗത്തിൻ്റെ ഹെഡിങ്ങിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലായി എന്തൊക്കെയോ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കൃഷി സംബന്ധമായ കാർഷിക ഭൂമികൾ, കാർഷിക രംഗം, അതിനെയൊക്കെ ഒന്നും കൂടി പുനരുജ്ജീവിപ്പിച്ചാലേ ഇന്ന് നമുക്ക് നമ്മുടെ 130 കോടി ജനസംഖ്യ വരുന്ന നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തെ എല്ലാവർക്കും സഫിഷ്യൻറ്റ് ഫുഡ്, ഇനഫ് ഫുഡ് ഫോർ ഹെൽത്ത്, അതായത് ആരോഗ്യപൂർണമായ ജീവിതത്തിനുള്ള ഭക്ഷണം ലഭിക്കുകയുള്ളൂ. അപ്പോൾ ടീച്ചർ ചാപ്റ്ററിലേക്ക് നേരിട്ട് കടക്കുകയാണ്. ചാപ്റ്റർ എന്തിനെ കുറിച്ചാണ് എന്നുള്ളതിനെ കുറിച്ച് ചെറിയൊരു ധാരണ നിങ്ങളിലേക്ക് എത്തിയെന്ന് വിചാരിക്കുന്നു. നമ്മുടെ കാർഷിക രംഗത്തെക്കുറിച്ചുള്ളൊരു ചാപ്റ്ററാണ്. നമ്മൾ ഒന്നാമത്തെയും രണ്ടാമത്തെയും ഒക്കെ ചാപ്റ്ററുകൾ സെല്ലിനെ കുറിച്ചൊക്കെ നമ്മൾ വളരെ വിശദമായിട്ടൊക്കെ പരിചയപ്പെട്ടു. ഇത് തികച്ചും വ്യത്യസ്തമായിട്ടുള്ളൊരു ചാപ്റ്ററാണ്. വീണ്ടെടുക്കാം വിളനിലങ്ങൾ, അതായത് ലെറ്റ് us റീഗെയിൻ അവർ ഫീൽഡ്സ്. നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ കാർഷിക രംഗത്തെ നമുക്ക് റീഫ്രഷ് ചെയ്തെടുക്കാം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് 2 പദങ്ങളാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ വരുന്നത്. ആദ്യത്തെ 2 പദങ്ങളെ ടീച്ചർ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. ടീച്ചർ ഇതിൻ്റെ നോട്ട്സ് പുറകിൽ തരും. നിങ്ങൾക്ക് ഈ ക്ലാസ്സിൻ്റെ പിന്നാലെ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ നോട്ട്സ് തരും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒട്ടും ടെൻഷൻ അടിക്കേണ്ട. ടീച്ചർ ഈ ഒരു പാഠഭാഗത്തേക്ക് കടന്നേ ഉള്ളൂ. ഇതിൻ്റെ നോട്ട്സ് കൃത്യമായിട്ട് ടീച്ചർ തരുന്നതായിരിക്കും. ശരി, 2 പദങ്ങളെ ഞാനൊന്ന് പരിചയപ്പെടുത്തുന്നു. ഫുഡ് സ്കേഴ്സിറ്റി, ഭക്ഷ്യ ദൗർലഭ്യം. മറ്റൊന്ന് ഫുഡ് സെക്യൂരിറ്റി, ഭക്ഷ്യ സുരക്ഷ. ഫുഡ് സ്കേഴ്സിറ്റി അഥവാ ഭക്ഷ്യ ദൗർലഭ്യം, അതായത് ഭക്ഷണത്തിൻ്റെ അപര്യാപ്തത. കോടാനുകോടിക്കണക്കിന് കുഞ്ഞുങ്ങൾ ഇന്ന് നമ്മുടെ ലോകത്ത് പട്ടിണി കൊണ്ട് മരിക്കുന്നുണ്ട്. നമ്മൾ ഒരിക്കൽ ഈ ഒരു കാലഘട്ടം അനുഭവിച്ചിട്ടുണ്ട്. ഏതാണ്ട് നമ്മുടെ ഇന്ത്യയിലെ 1943 ഒരു ബംഗാൾ ഫെമിൻ, അതായത് ബംഗാൾ ക്ഷാമകാലം നമ്മൾ നേരിട്ടിട്ടുണ്ട്. ഭക്ഷണത്തിനും അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും വളരെയധികം ദാരിദ്ര്യം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം. ബംഗാൾ ഫെമിൻ എന്നാണ് നമ്മളതിനെ പറയുക. ബംഗാൾ ക്ഷാമകാലഘട്ടം 1943 ഈ പറഞ്ഞ ഒരു കാലഘട്ടം. പിന്നീട് നമ്മൾ അതിനെ ഓവർകം ചെയ്തു, അതിജീവിച്ചു. 1950കളിലും 60കളിലുമെല്ലാം നമ്മുടെ ഇന്ത്യയിലെ ഒരു പ്രശസ്തനായ ഒരു ശാസ്ത്രജ്ഞനെ നമ്മൾ ഇവിടെ കൃത്യമായിട്ട് ഓർക്കേണ്ടതാണ്. ഡോക്ടർ MS സ്വാമിനാഥൻ. അദ്ദേഹത്തിൻ്റെ ഹരിത വിപ്ലവം എന്ന ഒരാശയത്തിലൂടെ ഈ ക്ഷാമത്തെ നമ്മൾ ഓവർകം ചെയ്തു, അതിജീവിച്ചു. അതായത് അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ തിരഞ്ഞെടുക്കുന്നതിലൂടെ, രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും ഒക്കെ ഉപയോഗത്തിലൂടെ, നൂതനമായ ജലസേചന സൗകര്യങ്ങളിലൂടെ, നൂതനമായ യന്ത്രങ്ങളുടെ വരവോടുകൂടി എല്ലാം നമ്മുടെ കാർഷിക മേഖല നമ്മൾ ഉഷാറായി, അതായത് തിരിച്ചു പിടിച്ചു. ഡോക്ടർ MS സ്വാമിനാഥനോടാണ് ഈ ഒരു ആശയം നമ്മൾ കടപ്പെട്ടിരിക്കുന്നത്. അതൊരു റെവല്യൂഷനായിരുന്നു, ഗ്രീൻ റെവല്യൂഷൻ അഥവാ ഹരിത വിപ്ലവം എന്നാണ് നമ്മൾ ഈ പറഞ്ഞ കാര്യത്തിനെ ഒറ്റ വാക്കിൽ പറയുന്നത്. ഒരു വിപ്ലവമായിരുന്നു, അതായത് ഒരു മുന്നേറ്റമായിരുന്നു.
കാർഷിക രംഗത്തെ വളരെ ശോചനീയാവസ്ഥയിലായിരുന്ന ആ ഇന്ത്യയിലെ, ഞാൻ നേരത്തെ പറഞ്ഞു ബംഗാൾ ഫെമിൻ, അതായത് ബംഗാൾ ക്ഷാമ കാലഘട്ടം 1943 ഉണ്ടായിരുന്നത്. അതിനെ അതിജീവിക്കാനാണ് ഇങ്ങനെ ഒരു ആശയത്തോട് കൂടിയിട്ട് നമ്മൾ നൂതനമായ കൃഷി രീതികളിലൂടെ നമ്മൾ ഹരിതാപമായ ഒരു ഭാരതത്തെ കെട്ടിപ്പടുത്തുയർത്തുന്നതിൽ ഡോക്ടർ എം.എസ്. സ്വാമിനാഥൻ വലിയൊരു പങ്ക് നിർവഹിച്ചു. ആ വിപ്ലവത്തിനെയാണ് നമ്മൾ ഹരിത വിപ്ലവം എന്ന് പറയുക, അതായത് ഗ്രീൻ റെവല്യൂഷൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ടീച്ചർ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട് ടീച്ചർ ഒരു ചിത്രം കാണിക്കുകയാണ്. ഭക്ഷ്യ ദൗർലഭ്യമാണ് നമ്മൾ ഈ ചിത്രത്തിൽ ആദ്യമായിട്ട് കാണുന്നത്. ഭക്ഷ്യ ദൗർലഭ്യമായിട്ടുള്ള ചിത്രമാണ്. കുഞ്ഞുങ്ങളുടെ വറ്റി വരണ്ട. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ഈ ഒരു ചിത്രം എല്ലാവരും ഒന്ന് ശ്രദ്ധാപൂർവം നോക്കുക. ഇതിൽ നമുക്ക് കാണാം വറ്റി വരണ്ട് കിടക്കുന്ന പാടശേഖരങ്ങളും അതുമായി ബന്ധപ്പെട്ട് കണ്ണുകളിലെ ദൈന്യതയുള്ള ഒരു പറ്റം കുഞ്ഞുങ്ങൾ. നമ്മൾ പട്ടിണി കോലങ്ങൾ എന്ന് നമുക്ക് പറയാം. ആ കുഞ്ഞുങ്ങളെ നോക്കിയാൽ അറിയാം നമുക്ക്. ആ കുഞ്ഞുങ്ങളുടെ മുഖത്ത് സന്തോഷമോ ചിരിയോ കളിയോ ഒന്നുമല്ല, വളരെ ദൈന്യതയാർന്ന മുഖമാണ്. ദീനത, അതായത് ഭക്ഷണം കിട്ടാനില്ല, പട്ടിണി കോലങ്ങളാണ്. പിന്നീട് ഹരിത വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ട, അതായത് ഗ്രീൻ റെവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട ചിത്രങ്ങളിലേക്കാണ് പിന്നീട് നമ്മൾ കടന്നു പോകുന്നത്. പച്ചച്ചു നിൽക്കുന്ന വയലേലകളും ട്രാക്ടർ, ജലസേചനവുമായിട്ട് ബന്ധപ്പെട്ട അണക്കെട്ടിൽ നിന്നും വരുന്ന വെള്ളത്തിൻ്റെ ദൃശ്യം, ഇങ്ങനെ ഒരു പുത്തൻ ഉണർവാണ്. ഈ പുത്തൻ ഉണർവിനെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു പദം പ്രയോഗം വീണ്ടും ടീച്ചർ പറയണു, ഹരിത വിപ്ലവം അഥവാ ഗ്രീൻ റെവല്യൂഷൻ. കാർഷിക രംഗത്തെ പുത്തൻ ഉണർവാണത്. അതാണ് നമ്മളിപ്പോൾ അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് വയലേലകളിലെല്ലാം നെൽക്കതിർ പൂവിട്ട് തളിർത്ത് പൂത്തു നിൽക്കുന്ന ചിത്രത്തിലേക്ക് ഇതേ നമ്മൾ വരുന്നു. ഫുഡ് സെക്യൂരിറ്റിയിലേക്ക് നമ്മൾ വരുന്നു. കുഞ്ഞുങ്ങൾ ഭക്ഷണവും എല്ലാം കഴിച്ച് വളരെ സന്തോഷമായി കളിച്ച് ചിരിച്ച് നിൽക്കുന്ന ആ സന്തോഷത്തിൻ്റെ ദിനങ്ങൾ, ഭക്ഷ്യസുരക്ഷ, ഫുഡ് സെക്യൂരിറ്റി, അതാണ് നമ്മൾ അവസാനം കാണുന്ന ആ ഒരു ചിത്രം. അപ്പോൾ ഇതൊരു ഫ്ലോ ചാർട്ട് പോലെയായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. ഫുഡ് സ്കേഴ്സിറ്റിയിൽ നിന്നും തുടങ്ങുകയാണ്, അതായത് ഭക്ഷ്യ ദൗർലഭ്യത്തിൽ നിന്നും നമ്മൾ തുടങ്ങി ഹരിത വിപ്ലവത്തിലൂടെ ഫുഡ് സെക്യൂരിറ്റിയിലേക്ക് അഥവാ ഭക്ഷ്യ സുരക്ഷയിലേക്ക് എത്തിയ ഒരു ചിത്രമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ചിത്രത്തിനോടൊപ്പം തന്നെ കൂട്ടി വായിക്കാവുന്ന മറ്റൊരു ചിത്രത്തിലേക്ക്, അതായത് ഫുഡ് സ്കേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട മറ്റൊരു ചിത്രത്തിലേക്ക് ടീച്ചർ നിങ്ങളെ ക്ഷണിക്കുകയാണ്. സുഡാൻ ഫെമിൻ എന്നുള്ള ആ ഒരു കാലഘട്ടം, അതും കൂടി ഇവിടെ ഞാനൊന്ന് പരാമർശിക്കാൻ ആഗ്രഹിക്കുന്നു. സുഡാൻ എന്ന് വെച്ചാൽ ആഫ്രിക്കയിലെ പട്ടിണി രാജ്യം എന്ന് തന്നെ പറയാം. സോമാലിയ, ദെൻ സുഡാൻ, ഇതൊക്കെ നിങ്ങൾ കേട്ട് പരിചയം ഉണ്ടാവും. സോമാലിയ ബേബീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ടിപ്പിക്കലായിട്ടുള്ള പട്ടിണി കോലങ്ങളെ അങ്ങനെയാണ് നമ്മൾ കാണിക്കുക. സുഡാൻ, ദെൻ സോമാലിയ. ഓക്കെ, അപ്പോൾ സുഡാൻ ഫെമിൻ്റെ കാലഘട്ടത്തിലെ, അതായത് സുഡാനിലുള്ള ഭക്ഷ്യക്ഷാമത്തിൻ്റെ കാലഘട്ടത്തിലെ ഒരു ചിത്രമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാം ഒരു കുഞ്ഞ് അവിടെ ഇങ്ങനെ കമന്നിങ്ങനെ കിടക്കുന്നതും അതിനെ ഇരയാക്കാനായി ഇരിക്കുന്ന ഒരു കഴുകൻ. അതായത് ആ കഴുകൻ്റെ ഇരയാണ് ആ ജീവനോടെയുള്ള അർദ്ധപ്രാണനായി കിടക്കുന്ന ആ ഒരു കുഞ്ഞ്. ഭക്ഷ്യക്ഷാമത്തിന് ഏറ്റവും ഭീകരമായ ആ ഒരു കുഞ്ഞുങ്ങളുടെ ആ ഒരു പട്ടിണി കൃത്യമായിട്ട് നമുക്കവിടെ മനസ്സിലാക്കാൻ ഇത്രയും നല്ലൊരു ചിത്രം മറ്റൊന്നില്ല. സുഡാനിലെ ഒരു ഗ്രാമപ്രദേശത്ത് നിന്നും ഉള്ളൊരു ചിത്രമാണ്, ഒരു ഫോട്ടോഗ്രാഫിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ഫോട്ടോഗ്രാഫാണിത്. ഇത് കെവിൻ കാർട്ടർ എന്നുള്ള ഒരു ഫോട്ടോഗ്രാഫറാണ് എടുത്തത്.
അദ്ദേഹം പിന്നീട് ഈ ഒരു ചിത്രം എടുത്തതിൻ്റെ പിന്നാലെ ആത്മഹത്യ ചെയ്യുകയാണ് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ലൈഫ് ഹിസ്റ്ററിയിൽ വരുന്നത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അദ്ദേഹം പിന്നീട് പശ്ചാത്തപിക്കുകയാണ്, ഈ ഒരു ഫോട്ടോഗ്രാഫ് എടുക്കാൻ നിന്ന ഈ ഒരു സമയം എനിക്ക് ആ കുഞ്ഞിനെ രക്ഷിക്കാമായിരുന്നു ആ കഴുകനിൽ നിന്ന്. അങ്ങനെയുള്ളൊരു ചിന്ത, ആ ഒരു ചിന്തയിൽ നിന്നും അദ്ദേഹം പശ്ചാത്താപവിവശനായി ആത്മഹത്യ ചെയ്യുക എന്നുള്ള ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. കെവിൻ കാർട്ടർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. വളരെ ഫേമസ് ആയിട്ടുള്ള ഫോട്ടോഗ്രാഫറാണ്. ആഫ്രിക്കയിലെ സോമാലിയയിൽ നിന്നുള്ള ഒരു ദൃശ്യമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ലോകത്ത് ഭക്ഷ്യദൗർലഭ്യം അഥവാ ഫുഡ് സ്കേഴ്സിറ്റി ഇത്രയും ഭീകരമാണ് എന്നുള്ളതാണ് ഈ ഒരു ചിത്രത്തിലൂടെ നമ്മൾ കാണുന്നത്. ആ കുഞ്ഞ് ഇങ്ങനെ കമന്ന് കിടന്ന് പട്ടിണി കോലമായിട്ടുള്ളൊരു കുഞ്ഞാണത്, അല്ലേ? പട്ടിണിയാണ്. അതിൻ്റെ ദേഹത്ത് ഒരു മാംസകഷ്ണം പോലും ഇല്ല. വളരെ ശോഷിച്ചിരിക്കുന്ന ഒരു ശരീരമാണ്. അത് മണ്ണ് തിന്നാനായിട്ട് ശ്രമിക്കുകയാണ്. അത് ആ കുട്ടി അതിൻ്റെ അമ്മയുടെ കയ്യിൽ നിന്ന് ഊർന്നു പോയതാണ്. ഭക്ഷണപ്പൊതികൾ എവിടെയോ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞ് അമ്മ ഓടിയപ്പോൾ അമ്മയുടെ കയ്യിൽ നിന്നും വീണു പോയ കുഞ്ഞാണത്. ആ കുഞ്ഞിനെ ഇരയാക്കാൻ കാത്തിരിക്കുന്ന കഴുകനും. ഇതാണ് നമ്മൾ ഈ ചിത്രത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭക്ഷ്യക്ഷാമത്തിൻ്റെ ഏറ്റവും ഉദാത്ത ഉദാഹരണം എന്നൊക്കെ നമുക്ക് പറയാം. ഏറ്റവും ഭീകരമായൊരു ദൃശ്യം എന്നൊക്കെ നമുക്ക് പറയാം ഈ ഒരു ചിത്രത്തെ. അപ്പോൾ നമ്മൾ ഭക്ഷ്യദൗർലഭ്യം അഥവാ ഫുഡ് സ്കേഴ്സിറ്റി എന്നുള്ളതിനെ ശരിക്കും നമ്മൾ ഇപ്പോൾ കണ്ടറിഞ്ഞു എന്ന് ടീച്ചർ വിശ്വസിക്കുന്നു. ഇനി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന കുറച്ച് കാര്യങ്ങളിലേക്കും കൂടി ഞാനിന്ന് വരികയാണ്. റീസൺസ് ഫോർ ദ ഫുഡ് സ്കേഴ്സിറ്റി. എന്താണ് ഭക്ഷ്യ അപര്യാപ്തതയ്ക്ക് പിന്നിലുള്ള കാരണം? എന്തുകൊണ്ടായിരിക്കാം? നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. എന്തുകൊണ്ടായിരിക്കാം ഫുഡ് സ്കേഴ്സിറ്റി അഥവാ ഭക്ഷ്യ അപര്യാപ്തത ഉണ്ടാകുന്നത്? നമുക്ക് തന്നെ അറിയാം, അതിൻ്റെ പ്രൊഡക്ഷൻ കുറയുന്നത് കൊണ്ടായിരിക്കാം, അല്ലേ? അതായത് അതിൻ്റെ ഉൽപ്പാദനം കുറയുന്നത് കൊണ്ടായിരിക്കാം. ഈ ഒരു സമയത്താണ് നമ്മൾ ഫുഡ് സെക്യൂരിറ്റിയിലേക്ക് അഥവാ ഭക്ഷ്യ സുരക്ഷയിലേക്ക് അത് എന്ത് എന്നുള്ളതിനെ കുറിച്ച്, അത് എങ്ങനെ എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ ഫുഡ് സ്കേഴ്സിറ്റി, ഫുഡ് സെക്യൂരിറ്റി എന്നുള്ള രണ്ട് പദങ്ങൾ, അതായത് ഭക്ഷ്യ ദൗർലഭ്യം അതുപോലെ തന്നെ ഭക്ഷ്യ സുരക്ഷ, ഈ രണ്ട് പദങ്ങളുമായിട്ട് ഇപ്പോൾ ഏതാണ്ട് ഒരു പരിചയത്തിലായി, അല്ലേ? പരിചയപ്പെട്ടു നമ്മൾ. എന്താണ് ഭക്ഷ്യ ദൗർലഭ്യം? അതായത് ഭക്ഷണത്തിൻ്റെ അപര്യാപ്തത. ഭക്ഷ്യസുരക്ഷ, ഭക്ഷണം ഉറപ്പുവരുത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ രണ്ട് പദങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കി. ഇനി ഒരു പേപ്പർ കട്ടിങ്ങിലേക്ക് ടീച്ചർ ഒന്ന് പോവുകയാണ്. തല താത്തിയിട്ടോ. ഈ പേപ്പർ കട്ടിങ്ങിൽ നമ്മൾ ലോക്സഭ പാസസ് ഫുഡ് സെക്യൂരിറ്റി ബിൽ, അതായത് ഫുഡ് സെക്യൂരിറ്റി ബിൽ, ഭക്ഷ്യ സുരക്ഷാ ബില്ല് ലോക്സഭ അംഗീകരിച്ചു, ബില്ല് പാസ്സായി എന്നുള്ളതാണ്. ഇതിൻ പ്രകാരത്തിലാണ് നമുക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും താഴ്ന്ന വിലയിൽ, അതായത് നമുക്ക് 3 രൂപയ്ക്ക് 1 കിലോ ധാന്യവും അതുപോലെ തന്നെ 2 രൂപയ്ക്ക് 1 കിലോ ഗോതമ്പും എല്ലാം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഈ ഭക്ഷ്യസുരക്ഷാ ബില്ല് പ്രകാരത്തിലാണ്. അപ്പോൾ ഈ പേപ്പർ കട്ടിങ്ങിൽ വരുന്നത് ഇതാണ്. ഇതിനെക്കുറിച്ചാണ് നമ്മളിപ്പോൾ ഇവിടെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതുപോലെ തന്നെ ഇനി മറ്റൊരു കാര്യം, ഫുഡ് സെക്യൂരിറ്റി അഥവാ ഭക്ഷ്യസുരക്ഷ എന്നാൽ എന്ത് എന്നുള്ള ഒരു നിർവചനത്തിലേക്കാണ് ഇനി നമ്മൾ കടക്കുന്നത്. ആ നിർവചനത്തിൽ പറയുന്നത് ഇതാണ്: ഫുഡ് സെക്യൂരിറ്റി ഈസ് ദ സിറ്റുവേഷൻ ദാറ്റ് എൻഷുവേഴ്സ് സഫിഷ്യൻറ്റ് ഫുഡ് ഫോർ എവരി വൺ ടു ലീഡ് എ ഹെൽത്തി ലൈഫ്. അതായത് ആരോഗ്യപൂർണമായ ഒരു ജീവിതം നയിക്കുന്നതിന് ആവശ്യമായ ഭക്ഷണം ഉറപ്പുവരുത്തുക എന്നുള്ളതിനെയാണ് ഭക്ഷ്യ സുരക്ഷ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇതൊന്ന് മനസ്സിലാക്കണം. ഫുഡ് സെക്യൂരിറ്റി എന്നാൽ എന്ത്, അതായത് ഭക്ഷ്യ സുരക്ഷ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത് എന്നുള്ളതാണ്. ആരോഗ്യപൂർണമായ ജീവിതം നയിക്കുന്നതിന് ആവശ്യമായ ഭക്ഷണം ഉറപ്പുവരുത്തുക. ഇതെന്തിനാണ് ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഭക്ഷണം ഉറപ്പുവരുത്തണം, അതായത് ഭക്ഷ്യസുരക്ഷ എന്തിനാണ്? എന്നാലേ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാവുള്ളൂ, അല്ലേ? വളരെ ആരോഗ്യപൂർണമായ ഒരു സമൂഹം കെട്ടിപ്പടുക്കണമെങ്കിൽ
ആരോഗ്യകരമായിട്ടുള്ള ജനതയുണ്ടാവണം, അല്ലേ? അതാണ് ഒരു രാജ്യത്തിൻ്റെ മുതൽക്കൂട്ട് എന്നുള്ളത്. മാനവ വിഭവശേഷി എന്നൊക്കെ പറയുന്നത്, അതായത് നമ്മുടെ ഇവിടെ ജീവിക്കുന്ന ജനതയുടെ ആരോഗ്യം എന്നതിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ് ഈ ഫുഡ് സെക്യൂരിറ്റി എന്നുള്ളൊരു പദം, അല്ലെങ്കിൽ ഫുഡ് സെക്യൂരിറ്റി ബിൽ, ഇതൊക്കെ പാർലമെൻറ്റിലും അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തെ മന്ത്രിമാരും എല്ലാം ഇപ്പോഴും ചർച്ചയിലൂടെ സമ്മതിക്കുന്നത് ഇതിനെയൊക്കെ കുറിച്ച് ആകുന്നത് അതുകൊണ്ടാണ്. ഇനി നമ്മൾ ഒരു ടേബിളിലേക്കൊന്ന് കടന്നു പോവുകയാണ്. ആ ടേബിള് നല്ലോണം ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം നിങ്ങൾക്ക്. റൈസ് പ്രൊഡക്ഷൻ, അതായത് നെല്ലുൽപാദനം അവിടെ കൊടുത്തിട്ടുണ്ട്. ഇയർ അഥവാ വർഷം. ഏരിയ ഓഫ് ലാൻഡ് ഫോർ കൾട്ടിവേഷൻ, അതായത് കൃഷി ചെയ്യുന്നതിനുള്ള കൃഷിഭൂമി. അടുത്ത കോളത്തിൽ പ്രൊഡക്ഷൻ അഥവാ ഉൽപാദനം. അടുത്ത കോളത്തിൽ പോപ്പുലേഷൻ അഥവാ ജനസംഖ്യ. ഇത്രയും കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പട്ടികയിലേക്ക് ടീച്ചർ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. ഇവിടെ നോക്കിയാൽ കാണാം, ഏതാണ്ട് 40 വർഷത്തെ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റയാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. 1971 1971 ഇതിൽ നമുക്ക് നോക്കിയാൽ കാണാം ഏരിയ, അതായത് അഗ്രികൾച്ചർ ലാൻഡ് എത്രമാത്രം ഉണ്ട് എന്നുള്ളതാണ്. 8.75 ലക്ഷം ഹെക്ടറാണ് അന്നത്തെ, അതായത് 1971 8.75 ലക്ഷം ഹെക്ടർ ആയിരുന്നു കൃഷിഭൂമി. അന്നത്തെ പ്രൊഡക്ഷൻ, അതായത് അന്നത്തെ നെല്ലുൽപാദനം നോക്കുകയാണെങ്കിൽ 13.65 ലക്ഷം ടണ്ണാണ്. അന്നത്തെ പോപ്പുലേഷൻ അഥവാ ജനസംഖ്യ നോക്കുകയാണെങ്കിൽ 2.13 ക്രോർ അഥവാ കോടി. ഇതാണ് അന്നത്തെ ആ ഒരു ജനസംഖ്യ. ഇപ്രകാരത്തിൽ നമ്മൾ ഓരോ ഹെഡിങ്ങുകളിലൂടെ 2011 വരെ ഒന്ന് കടന്നു പോവുകയാണെങ്കിൽ ഭയങ്കര മാറ്റം നമുക്കവിടെ കാണാൻ പറ്റും. 1971 8.75 ഉണ്ടായിരുന്ന, അതായത് 8 ലക്ഷം ഹെക്ടർ കൃഷിഭൂമി ഉണ്ടായിരുന്ന സ്ഥാനത്ത് 1991 അത് 5.5 ആയിട്ട് കുറഞ്ഞിരിക്കുകയാണ്. അത് നിങ്ങൾക്ക് നോക്കിയാൽ പെട്ടെന്ന് മനസ്സിലാവും. അതുപോലെ തന്നെ പ്രൊഡക്ഷൻ, അതായത് ഉൽപാദനം, നെല്ലുൽപാദനം അതും കുറഞ്ഞിരിക്കുകയാണ്. 71 13.65 ലക്ഷം ടൺ ഉണ്ടായിരുന്നത് വെറും 10.6 കുറഞ്ഞിരിക്കുകയാണ്. അതേസമയം ആ പോപ്പുലേഷൻ്റെ റേറ്റ് ഒന്ന് നോക്കൂ നിങ്ങൾ. ഇത് രണ്ടും ഇങ്ങനെ കുറയുമ്പോൾ പോപ്പുലേഷൻ കൂടുന്നതായിട്ടാണ് നമുക്ക് അവിടെ കാണുന്നത്. ജനസംഖ്യ കൂടുകയാണ്. 2.13 ആയിരുന്നു 1971 ഉണ്ടായിരുന്നെങ്കിൽ 1991 ആയപ്പോഴേക്കും 2.91 കോടിയാണ് ജനസംഖ്യ വർധനവ്. ഇനി 2011 കണക്കാണ് ഏറ്റവും താഴെ കാണുന്നത്. അവിടെ നോക്കിയാൽ കാണാം ആ കൃഷിഭൂമിയുടെ ഏരിയ വളരെയധികം താഴ്ന്നതായിട്ടാണ് നമ്മളവിടെ കാണുന്നത്. വെറും 2.08 ലക്ഷം ഹെക്ടറായി മാറിയിരിക്കുന്നു. പ്രൊഡക്ഷൻ ആണെങ്കിലോ, അതായത് ഉൽപാദനമാണെങ്കിലോ 5.69 മാറിയിരിക്കുന്നു. ഇതെല്ലാം കുറയുകയാണ് ചെയ്യുന്നത്. ഏരിയ കുറയുന്നു, പ്രൊഡക്ഷൻ കുറയുന്നു. അതായത് കൃഷിഭൂമിയുടെ വിസ്തൃതി കുറയുന്നു, അതുപോലെ തന്നെ ഉൽപാദനവും കുറയുന്നു. അതേസമയം ജനസംഖ്യ കുതിച്ചുയരുകയാണ്. 3.34 കോടിയാണ് 2011 ജനസംഖ്യ. ഇപ്പോൾ വർഷം 2020 എത്തി നിൽക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ഏതാണ്ട് 130 കോടി ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന
ഒരു വലിയൊരു രാജ്യത്തെ പൗരന്മാരാണ് നമ്മൾ ഓരോരുത്തരും. 2011 3.34, അതായത് 3 കോടിയായിരുന്ന സ്ഥാനത്ത് ഇന്ന് 130 കോടിയിലേക്കാണ് നമ്മുടെ ഇന്ത്യ രാജ്യം. ഇന്ത്യയിൽ ഇത് നിങ്ങളൊന്ന് അറിയണം, മനസ്സിലാക്കണം. അതിനു വേണ്ടിയാണ് ടീച്ചർ ഇത് കൃത്യമായിട്ട് പറഞ്ഞു തരുന്നത്. ഇത് കേരളത്തിലെ ഒരു പട്ടികയാണ് ഇപ്പോൾ ടീച്ചർ ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ടീച്ചർ ഇന്ത്യയിലെ ഒരു ജനസംഖ്യ നിങ്ങളിലേക്ക് കൊണ്ടുവന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ കഴിഞ്ഞ ജൂലൈ 11 പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വേൾഡ് പോപ്പുലേഷൻ ഡേ ആണ്. അതായത് ലോക ജനസംഖ്യാ ദിനമാണ്. 130 കോടിയാണ് ഇന്നത്തെ ഇന്ത്യയിലെ ജനസംഖ്യ. ഈ 130 കോടിക്കും ഭക്ഷിക്കാനുള്ള വക അല്ലെങ്കിൽ ഭക്ഷിക്കാനുള്ള ആ ഒരു കൃഷിഭൂമിയുടെ ഏരിയ ഇന്നുണ്ടോ ഇന്ത്യയിലെ, അല്ലെങ്കിൽ കേരളത്തിലെ, ഈ കൊച്ചു കേരളത്തിലെ ഇന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട 3 സൂചകങ്ങളിലേക്ക് തൊട്ട് താഴെ സൂചകങ്ങൾ ടീച്ചർ കാണിക്കുന്നുണ്ട്. അവിടെ കാണാം, വാട്ട് വേർ ദ ചേഞ്ചസ് ദാറ്റ് ഒക്കേർഡ് ഇൻ ദ ഏരിയ ഓഫ് അഗ്രികൾച്ചറൽ ഫീൽഡ് ഫ്രം ദ ഇയർ 1971 to 2011. അതായത് 1971 മുതൽ 2011 വരെയുള്ള കാലഘട്ടത്തിലെ കൃഷിഭൂമിയുടെ വിസ്തൃതിയിലുള്ള മാറ്റം എന്തെല്ലാമാണ്? അതാണ് ആ ചോദ്യം. രണ്ടാമത്തെ സൂചകത്തിലേക്ക് വരാം. വാട്ട് ടെൻഡൻസി കുഡ് ബി ഒബ്സർവ്ഡ് ഇൻ റൈസ് പ്രൊഡക്ഷൻ ആൻഡ് പോപ്പുലേഷൻ ഗ്രോത്ത് ഡ്യൂറിംഗ് ദ പീരീഡ്. അതായത് ഈ കാലയളവിലെ നെല്ലുൽപാദനത്തിലും അതുപോലെ തന്നെ ജനസംഖ്യ വർധനവിലും ഉണ്ടായ മാറ്റം എന്തെല്ലാം? ഇത് നമ്മൾ നേരത്തെ ആ ഒരു ടേബിള് അനലൈസ് ചെയ്തപ്പോൾ ടീച്ചർ കൃത്യമായിട്ട് പറഞ്ഞു തന്നു. ഏരിയ, അതായത് കൃഷിഭൂമിയുടെ വിസ്തൃതി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നെല്ലുൽപാദനം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അതായത് പ്രൊഡക്ഷൻ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതേസമയം പോപ്പുലേഷൻ, ജനസംഖ്യ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത സൂചകത്തിലേക്കൊന്ന് കടന്നാലോ. ഈസ് ദിസ് ടെൻഡൻസി ഡിസൈറബിൾ? ഇത് ആശാവഹമായ ഒരു കാര്യമാണോ? അതായത് ഇതൊരു നല്ല കാര്യമാണോ? ജനസംഖ്യ വർദ്ധിക്കുമ്പോൾ ഭക്ഷ്യോൽപാദനം കുറയുകയും അതുപോലെ തന്നെ കൃഷിഭൂമിയുടെ വിസ്തൃതി കുറയുകയും ചെയ്യുന്നു എന്നുള്ളത് നല്ല കാര്യമായിട്ടാണോ നിങ്ങൾക്ക് തോന്നുന്നത്? അതായത് ആശാവഹമാണോ എന്നാണ് നമ്മളോടുള്ള ചോദ്യം. ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം, അല്ല, ഇതിലെന്തൊക്കെയോ തകരാറുകളുണ്ട് എന്നുള്ളത് നമുക്കറിയാം, അല്ലേ? ശരി. അപ്പം നമ്മൾ കൃഷിയെ ഇപ്പോൾ കാണുന്ന രീതിയിലല്ല സമീപിക്കേണ്ടത്, ഒരല്പം കൂടി സയൻറ്റിഫിക് ആയിട്ടുള്ള രീതിയിൽ. ഇത് നമുക്കൊരു ചലഞ്ചിങ് ആണ്, ഒരു വെല്ലുവിളിയാണ്. അതായത് ഭക്ഷ്യോൽപാദനം കുറയുന്നു, അതേസമയം പോപ്പുലേഷൻ, ജനസംഖ്യ കൂടുന്നു. അപ്പോൾ ഇതൊരു ചലഞ്ചിങ് ആണ്. ഈ ഒരു ചലഞ്ചിങ്ങിനെ നമ്മൾ എങ്ങനെ നേരിടണം എന്നുള്ളതാണ് ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഓക്കെ, ഇനി നമ്മൾ മറ്റൊരു ചിത്രത്തിലേക്കൊന്ന് കടക്കുകയാണ്. ക്രൈസിസ് ഇൻ ദ അഗ്രികൾച്ചറൽ സെക്ടർ. അതായത് കാർഷിക മേഖല നേരിടുന്ന പ്രതിസന്ധികൾ. ഈ പ്രതിസന്ധികളിൽ നമുക്ക് കണ്ടാൽ തന്നെ അറിയാം, ഒരുപാട് പ്രതിസന്ധികളിലൂടെ ഒരു പാവം കർഷകൻ കൈക്കോട്ടും താഴെ വെച്ച് ഇരിക്കുന്ന, ദൈന്യതയാർന്ന ഒരു മുഖത്തോടു കൂടി ഇരിക്കുന്ന ഒരു ചിത്രമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തെല്ലാം പ്രതിസന്ധികളാണ് ഇദ്ദേഹം അഥവാ കാർഷിക മേഖല നേരിടുന്നത് എന്നുള്ളതാണ്. ആദ്യത്തെ പോയിന്റ് ടീച്ചർ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ഫസ്റ്റ് പോയിന്റ്, ക്ലൈമറ്റ് ചേഞ്ച്, കാലാവസ്ഥയിലുള്ള മാറ്റം. അതിൻ്റെ ഇമ്പോർട്ടൻസ് അനുസരിച്ചാണ് മുന്നിപ്പോൾ ടീച്ചർ പറയുന്നത്. രണ്ടാമത്തെ പോയിന്റ് പറയുന്നു ലാക്ക് ഓഫ് സ്പേസ് അഥവാ സ്ഥല പരിമിതി. അതായത് എല്ലാവർക്കും ഒരുപാട് കൃഷി ചെയ്യാനുള്ള സ്ഥലം സ്വന്തമായിട്ടില്ല. അതാണ് ലാക്ക് ഓഫ് സ്പേസ്, അതായത് സ്ഥല പരിമിതി. മൂന്നാമത്തെ പോയിന്റാണ് എക്സ്പ്ലോയിറ്റേഷൻ ബൈ മിഡിൽ മെൻ, ഇടനിലക്കാരുടെ ചൂഷണം.
എക്സ്പ്ലോയിറ്റേഷൻ അഥവാ ചൂഷണം ബൈ മിഡിൽ മെൻ. അതായത് കർഷകരെ അവർ ഉൽപ്പാദിപ്പിക്കുന്ന നെല്ലോ മറ്റെന്ത് വിളകളായാലും അവർ ഉദ്ദേശിക്കുന്ന വില അവർക്ക് ലഭിക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇടനിലക്കാർ ഇതിനകത്ത് നല്ലവണ്ണം ഇടപെടുന്നുണ്ട്. ആ ഇടനിലക്കാർക്ക് ആണ് ഇവിടെ ലാഭം കൊയ്യാനായിട്ട് പറ്റുന്നത്. അതായത് കർഷകരിൽ നിന്നും മൊത്തമായിട്ട് ഇടനിലക്കാർ വാങ്ങുകയാണ്, പിന്നീട് അവർ മറ്റ് കച്ചവട സ്ഥാപനങ്ങളിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കർഷകന് വളരെ തുച്ഛമായ ഒരു ലാഭമേ അവർക്ക് കിട്ടുന്നുള്ളൂ. ഇവിടെ ലാഭം കൊയ്യുന്നത് ഇടനിലക്കാരാണ്, അതുപോലെ കച്ചവടക്കാരും. അതേസമയം കർഷകനെ ഇവിടെ ഒട്ടും തന്നെ ഒരു ഗുണം എന്നുള്ളത് അല്ലെങ്കിൽ ലാഭം എന്നുള്ളത് ഇല്ല. അതാണ് എക്സ്പ്ലോയിറ്റേഷൻ ബൈ മിഡിൽ മെൻ, ഇടനിലക്കാരുടെ ചൂഷണം. അടുത്ത പോയിന്റാണ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, അതായത് ഉൽപാദന ചിലവ്. വളപ്രയോഗത്തിൻ്റെ ചിലവ് കൂടുതലാണ്, കൃഷിക്ക് പണി ചെയ്യാനായിട്ട് ആൾക്കാരുടെ കൂലി കൂടുതലാണ്, കീടനാശിനിയുടെ അതിൻ്റെ ചിലവ് കൂടുതലാണ്, നല്ല ഉൽപാദന ശേഷിയുള്ള വിത്തിനാണെങ്കിൽ അതിനും വില കൊടുക്കണം. ഇതൊക്കെയാണ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, ഉൽപാദന ചിലവ് കൂടുതലാണ്. അടുത്ത പോയിന്റാണ് എൻവിറോൺമെൻ്റൽ ഡിസ്ട്രക്ഷൻ ആൻഡ് ഹെൽത്ത് ഇഷ്യൂസ്, അതായത് ആരോഗ്യ പ്രശ്നങ്ങളും പരിസ്ഥിതി സംബന്ധമായ പ്രശ്നങ്ങളും. ആരോഗ്യ പ്രശ്നങ്ങൾ കർഷകർക്ക്, പഴയ കർഷകരെ നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ ജനങ്ങൾക്ക് ആരോഗ്യം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദെൻ എൻവിറോൺമെൻ്റൽ പ്രോബ്ലംസ് ഒരുപാടുണ്ട്. മലിനീകരണങ്ങൾ, അന്തരീക്ഷ മലിനീകരണം അഥവാ സ്മോക്ക് പൊല്യൂഷൻ, എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, അതായത് പലതരത്തിലുള്ള മലിനീകരണങ്ങളിലൂടെ ആരോഗ്യം കുറഞ്ഞു വരികയാണ്. അതാണ് എൻവിറോൺമെൻ്റൽ ഡിസ്ട്രക്ഷൻ ആൻഡ് ഹെൽത്ത് ഇഷ്യൂസ്, ആരോഗ്യ പ്രശ്നങ്ങളും പരിസ്ഥിതി സംബന്ധമായത്. ദെൻ ക്രോപ്പ് ലോസ്, വിളനഷ്ടം. കൃഷി കൊയ്തെടുക്കാൻ നിൽക്കുന്ന ആ സമയത്തായിരിക്കാം ഒരു കാറ്റുവീഴ്ചയോ അല്ലെങ്കിൽ മഞ്ഞുവീഴ്ചയോ ഗംഭീരമായിട്ടുള്ള വെള്ളപ്പൊക്കമോ, അതായത് പ്രളയം. നമ്മളിപ്പോൾ 2 വർഷങ്ങളിലായിട്ട് നമ്മൾ നേരിട്ട് കണ്ട കാര്യങ്ങൾ, പ്രളയം അല്ലെങ്കിൽ ഭയങ്കര കനത്ത ചൂട്, ഇങ്ങനെ പല കാരണങ്ങളാൽ നമുക്ക് കൊയ്യാനായിട്ട് അല്ലെങ്കിൽ വിളവെടുക്കാനായിട്ട് നിൽക്കുന്ന ആ സമയത്ത് ക്രോപ്പ് ലോസ്, വിളനഷ്ടം, ഇതും കർഷകനെ കണ്ണീരിലെത്തിക്കുന്ന അല്ലെങ്കിൽ ദുരിതത്തിലാഴ്ത്തുന്ന ഒരു കാര്യമാണ്. നെക്സ്റ്റ്, ഫോൾ ഇൻ പ്രൈസ്, അതായത് വില നഷ്ടം. ഫോൾ ഇൻ പ്രൈസ്, നമ്മൾ വിൽക്കാനായിട്ട് കൊയ്തെടുത്ത നെല്ല് അല്ലെങ്കിൽ വിളവെടുത്ത നാളികേരമോ എന്തോ ആയിക്കോട്ടെ, എന്ത് വിളവോ ആയിക്കോട്ടെ, അത് വിൽക്കുന്ന സമയത്ത് അതിൻ്റെ വില വല്ലാതെ കുറഞ്ഞു പോകുമ്പോഴും കർഷകന് ദുരിതം തന്നെയാണ്. ഇങ്ങനെ ഒരു 7 പോയിന്റ്സ് ആണ് ടീച്ചർ അതിൻ്റെ പ്രാധാന്യം അനുസരിച്ചാണ് ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തത്. ടീച്ചർ ഒന്നും കൂടി പറയുന്നു: ക്ലൈമറ്റ് ചേഞ്ച്, ലാക്ക് ഓഫ് സ്പേസ്, exploitation by middlemen, cost of production, environmental destruction and health issues, crop loss and fall in price. മലയാളത്തിൽ ടീച്ചർ പറയാം: കാലാവസ്ഥാ മാറ്റം, സ്ഥലപരിമിതി, ഇടനിലക്കാരുടെ ചൂഷണം, ഉൽപാദന ചിലവ്, ആരോഗ്യ പ്രശ്നങ്ങളും പരിസ്ഥിതി പ്രശ്നങ്ങളും, ക്രോപ്പ് ലോസ് അഥവാ വിളനഷ്ടം, ലാസ്റ്റ് വൺ വിലനഷ്ടം. ഇത്രയും കാര്യങ്ങളിൽ നിങ്ങൾ ഈ പോയിന്റ്സ് മനസ്സിലാക്കിയിരിക്കണം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെയാണ് ക്രൈസിസ് ഇൻ ദ അഗ്രികൾച്ചറൽ സെക്ടർ, അതായത് കാർഷിക രംഗം നേരിടുന്ന പ്രതിസന്ധികൾ. ഇതൊന്നും കൂടാതെ നമുക്ക് പിന്നെയും ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ വരുന്നുണ്ട് ഇല്ലേ? അതായത് ഇതൊന്നുമല്ല ടീച്ചറെ, ഇനിയുണ്ടല്ലോ ഒരുപാട് പ്രശ്നങ്ങൾ, കാർഷിക രംഗം നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഇനിയും ഉണ്ടല്ലോ അല്ലേ? ഇത് തന്നെയാണ് ടീച്ചർ ഇന്ന് തരാൻ പോകുന്ന ഒരു വർക്ക്. അതായത്
പ്രിപ്പയർ എ നോട്ട് ഓൺ ദ മേജർ ക്രൈസിസ് ഇൻ അഗ്രികൾച്ചറൽ സെക്ടർ. എന്തൊക്കെയാണ് കാർഷിക രംഗം നേരിടുന്ന വെല്ലുവിളികൾ അല്ലെങ്കിൽ പ്രതിസന്ധികൾ? കാർഷിക രംഗം നേരിടുന്ന പ്രതിസന്ധികൾ എന്തെല്ലാം എന്നതാണ് ടീച്ചർ ഇന്ന് തരാൻ പോകുന്ന ഒരു അസൈൻമെന്റ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ 7 പോയിന്റ് ഉണ്ട്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഈ 7 പോയിന്റുകളും കൂടാതെ നിങ്ങളുടെ മനസ്സിലേക്ക് എത്തുന്നുണ്ട്, ടീച്ചറെ ഇതൊന്നുമല്ല ഇനിയുണ്ട് പ്രതിസന്ധികൾ, ഇതെല്ലാം നിങ്ങൾ എഴുതണം കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് നല്ലൊരു അസൈൻമെന്റ് തയ്യാറാക്കുക. ഇത് ടീച്ചർക്ക് അയച്ചു തരുകയും കൂടി വേണം. കാരണം ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ കയ്യിൽ പുസ്തകമില്ല. ടീച്ചർ ഇതിൻ്റെ നോട്ട്സ്, ഇതിൻ്റെ ബാക്കി ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. ഇപ്പോൾ ടീച്ചർ ഇവിടെ ക്ലാസ് നിർത്തുന്നു. ഇതിൻ്റെ പുറകിൽ ഇതിൻ്റെ നോട്ട്സ് ടീച്ചറെ അയച്ചു തരും. ഓക്കെ, താങ്ക് യു.